ഹലോ, എല്ലാവർക്കും നമസ്കാരം. എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാത്സിലെ ഏതൊരു എക്സാമിനായാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ ഇതിന് ഉത്തരം അറിയുന്നതിന് മുന്നേ നമ്മൾ എണ്ണൽ സംഖ്യകളും അതുപോലെ തന്നെ കുറച്ച് സംഖ്യകൾ അറിയണം. അപ്പോൾ എന്താണ് എണ്ണൽ സംഖ്യ എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്? 1, 2, 3. നമ്മൾ ചെറുപ്പം മുതൽ എഴുതി പഠിച്ച 1, 2, 3 അങ്ങനെ തുടർന്നു പോകുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. ശരിയല്ലേ? എങ്കിൽ അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യകൾ എന്തായിരിക്കും? അതെ, ഏറ്റവും ചെറിയ സംഖ്യ 1 തന്നെയാണ് എണ്ണൽ സംഖ്യ. അപ്പോൾ ഓപ്ഷൻ എയിൽ ഈ 0 ഉണ്ട്. 0 ഏറ്റവും ചെറിയ സംഖ്യയായി വരുന്ന ഒരു സംഖ്യ ഗ്രൂപ്പിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കും. എന്താണ്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. അപ്പൊ ഈ അഖണ്ഡ സംഖ്യകൾ എന്താണ് എണ്ണൽ സംഖ്യകളിൽ നിന്നും വ്യത്യാസം എന്ന് ചോദിച്ചാൽ 0, 1, 2, 3 അങ്ങനെ തുടർന്നു പോകുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ തുടർന്നു പോകുന്ന സംഖ്യകളെ എണ്ണൽ സംഖ്യകൾ എന്നും, അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എന്ന് പടർന്ന് പോകും. അപ്പൊ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യകളാണ് ചോദ്യമെങ്കിൽ ഉത്തരം 0-ഉം, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യകളാണ് ചോദ്യമെങ്കിൽ ഉത്തരം 1 ആണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുപോലെയാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. അപ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യ എന്താണെന്നും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസിൽ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയി നോക്കാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചതാണ് എക്സാംസിന്. ഏതൊരു എക്സാംസിനായാലും അഭാജ്യ സംഖ്യകൾ വളരെ ക്ലിയർ ആയി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് അഭാജ്യ സംഖ്യ? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഏറ്റവും അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു 10 എന്നൊരു നമ്പർ എടുത്തു. ചുമ്മാ ഒരു 10 എന്നൊരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ 10നെ ഏത് നമ്പർ കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണമായ ഒരു സംഖ്യ നമുക്ക് കിട്ടും. അപ്പോൾ 10 ഹരിക്കണം നമ്മൾ 1 ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഉത്തരം 10 തന്നെയാണ്. പൂർണ്ണമായ ഒരു സംഖ്യ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 10 ഹരിക്കണം നമ്മൾ 2 ചെയ്യണം. ഉത്തരം എന്തായിരിക്കും? 5. അതും ഒരു പൂർണ്ണമായ സംഖ്യയാണ്. 10നെ നമ്മൾ 1 കൊണ്ട് ഹരിച്ചാലും 2 കൊണ്ട് ഹരിച്ചാലും പൂർണ്ണമായ ഒരു സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ 10നെ 3 കൊണ്ടാണ് ഹരിക്കുന്നത് എങ്കിൽ പൂർണ്ണമായ ഒരു സംഖ്യ നമുക്ക് കിട്ടുമോ? ഇല്ല. 10ന് പൂർണ്ണമായും ഒരു സംഖ്യ കിട്ടണമെങ്കിൽ 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3.3 സംതിങ് ആണ് നമുക്ക് ആൻസർ ആയി വരിക. അപ്പോൾ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പിന്നെ ഏതാണ്? 10നെ 5 കൊണ്ട് ഹരിക്കാം. ശരിയല്ലേ? 2 ഉത്തരമായി വരും. അതുപോലെ 10നെ നമുക്ക് വേറെ എന്ത് വെച്ച് ഹരിക്കാം? 10നെ 10 കൊണ്ടും നമുക്ക് ഹരിച്ചാലും ഉത്തരം 1 പൂർണ്ണമായ ഒരു സംഖ്യ കിട്ടും. അപ്പോൾ 10നെ 1 കൊണ്ടോ 2 കൊണ്ടോ 5 കൊണ്ടോ 10 കൊണ്ടോ ഹരിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ ഒരു സംഖ്യ ആയിരിക്കും ഉത്തരമായി കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഈ സംഖ്യകളാണ് 10ന്റെ ഘടക സംഖ്യകൾ എന്ന് പറയും. എല്ലാവരും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു വരുന്നത് അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ അഭാജ്യ സംഖ്യ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? 10ന്റെ ഘടക സംഖ്യകളാണ് ഇവയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ 10ന്റെ ഘടക സംഖ്യകൾ അപ്പോൾ 4 എണ്ണം ഉണ്ട്. 1, 2, 5, 10 എന്നിവയാണ് ഘടക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഘടക സംഖ്യകളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ നോക്കും. എന്നിരുന്നാൽ പോലും ഈ 4 സംഖ്യകൾ ഘടക സംഖ്യകളായി വന്നു. പക്ഷേ 2 സംഖ്യകൾ മാത്രമാണ് ഘടക സംഖ്യകളായി വരുന്നത് എങ്കിൽ അവയെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുക. ഒന്നുകൂടി പറയാം, അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അവയുടെ ഘടക സംഖ്യകൾ 2 എണ്ണമായിരിക്കും. അത് ആ സംഖ്യയും പിന്നെ 1 ആയിരിക്കും. ഉദാഹരണത്തിന് 3 എന്നൊരു സംഖ്യ എടുക്കുകയാണ്. ഈ 3 എന്ന സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണമായ ഒരു സംഖ്യ കിട്ടും എന്ന് ചോദിച്ചാൽ 1 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഉത്തരം 3 തന്നെയാണ്. അതുപോലെ തന്നെ 3നെ 3 കൊണ്ടാണ് ഹരിക്കുന്നത് എന്ന് വിചാരിക്കുക. എങ്കിൽ എന്തായിരിക്കും? 3നെ 3 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 1 ആണ്. അപ്പോൾ ഈ 1, 3 എന്നീ 2 സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? പൂർണ്ണമായ ഒരു സംഖ്യ കിട്ടുക. അപ്പോൾ ആകെ നമുക്ക് 3ന്റെ ഘടക സംഖ്യകൾ എന്ന് പറയുന്നത് ഈ 1ഉം 3ഉം ഇവ 2 മാത്രമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 1, 2 ഈ 1, 3 തുടങ്ങിയ ഈ 2 സംഖ്യകൾ മാത്രമാണ് 3ന്റെ ഘടക സംഖ്യയായി വരുന്നത്. അങ്ങനെ 2 സംഖ്യകൾ മാത്രമാണ് ഘടക സംഖ്യകളായി വരുന്നത് എങ്കിൽ നമുക്ക് അവയെ അഭാജ്യ സംഖ്യ എന്ന് പറയാം. അപ്പോൾ ഉറപ്പായി നമുക്ക് പറയാം 3 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ
പൂജ്യവും ഒന്നും അഭാജ്യ സംഖ്യയാണോ, അല്ലെങ്കിൽ 0, 1 ഇവ അഭാജ്യ സംഖ്യയാണോ? പലപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ 0, 1 എന്ന ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവ അഭാജ്യ സംഖ്യ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, 0, 1 എന്നിവ അഭാജ്യ സംഖ്യയോ ഭാജ്യസംഖ്യയോ അല്ല. കാരണം നമുക്ക് തന്നെ നോക്കാം, 0നെ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 0ന്റെ ഘടകസംഖ്യകളില്ല. 1ന്റെ ഘടകസംഖ്യകൾ എടുക്കുകയാണെങ്കിൽ ആകെ 1 മാത്രമാണ് ഘടകസംഖ്യയായി വരുന്നത്. അപ്പോൾ അത് 2 കുറവാണ്. മിനിമം 2 ഘടകസംഖ്യകളെങ്കിലും വേണമെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ 1ന്റെ ഘടകസംഖ്യ 1 മാത്രമാണ്. അപ്പൊ അത് ഭാജ്യമോ അഭാജ്യമോ അല്ല. അഭാജ്യസംഖ്യ ആണെങ്കിൽ എന്താണ്, 2ൽ കൂടുതൽ ഘടകസംഖ്യകൾ വേണം. ഇവിടെ ഈ 0ന്റെയും 1ന്റെയും കേസിൽ 0നാണെങ്കിൽ ഘടകസംഖ്യകൾ ഇല്ലയും 1നാണെങ്കിലോ ഘടകസംഖ്യ ആകെ 1 മാത്രമാണുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 0 അല്ലെങ്കിൽ 1, 0 എന്നിവ ഒരിക്കലും അഭാജ്യ സംഖ്യകളല്ല. അപ്പൊ തന്നെ ഓപ്ഷൻ A, B എന്നിവ പോയി. സിയും ഡിയും അഭാജ്യ സംഖ്യകളാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നിസ്സംശയം പറയാം, എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായി വരുന്നത്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ നമ്മൾ അപ്പളേ പറഞ്ഞു അല്ലേ, അതും എന്താണ്, 2 തന്നെയാണ്. ഒരു പക്ഷേ ചോദ്യം ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്നാണ്, അധികം PSC ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഉത്തരം എന്തായിരിക്കും? ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എത്രയാണ്? 2ഉം 3ഉം അല്ല എന്ന് നമുക്കറിയാം. 0ഉം 1ഉം 2ലും പെടുവില്ല. അപ്പോൾ അടുത്ത ഉത്തരം 4 ആണ് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്നാണ് ചോദ്യമെങ്കിൽ 2ഉം, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്നാണെങ്കിൽ 4ഉം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്ന് പഠിച്ചു, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എത്രയാണ്? 1 ആണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് ചോദ്യമെങ്കിൽ അത് 0 ആണ്. ഈ 4 കാര്യങ്ങൾ ഒരുപാട് തവണ PSC ചോദിച്ചാണ്. ഈ ഭാജ്യസംഖ്യ അധികം ചോദിച്ചിട്ടില്ലെങ്കിലും ബാക്കി 3 ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പൊ അത് മറക്കാതെ പഠിക്കുക. അടുത്തത് 1, 10, 100, 1000, 10000. 73,475 3ന്റെ മുഖവില എത്ര എന്നാണ് ചോദ്യം. ഒരിക്കൽ കൂടി ചോദ്യം പറയാം. 73,475 അത് 3ന്റെ മുഖവില. ഇതാണ് 3, നമുക്കറിയാലേ. 3ന്റെ മുഖവില എത്ര? ഇവിടെ മുഖവില, സ്ഥാനവില എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും എക്സാം ഹാളിൽ ഒരുപക്ഷെ ഉത്തരം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 3ന്റെ മുഖവില എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സംഖ്യ ആയാലും ആ സംഖ്യയുടെ വില തന്നെയാണ് മുഖവില. ഇവിടെ 3ന്റെ മുഖവില എത്രയാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും 3 ആണ്. അത് ഈ സംഖ്യ എന്തുമായിക്കോട്ടെ, മുഖവില ഒരിക്കലും 3ന്റെ മുഖവില എപ്പോഴും 3ന്റെ മുഖവില 3 തന്നെയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. ഓക്കെ, 3ന്റെ മുഖവില എത്ര എന്നാണ് ചോദ്യം. അത് ഈ ഒരു സംഖ്യ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എത്ര വലിയ സംഖ്യ ആയാലും. ഇനി 7, 4, 6, 7, 8, 9, 3 ഇങ്ങനെ എത്ര വലിയ സംഖ്യ പോയാലും 3ന്റെ മുഖവില ചോദിച്ചാൽ 3ന്റെ മുഖവില 3 തന്നെയാണ്, മറക്കാതിരിക്കുക. അപ്പോൾ സ്ഥാനവില എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സ്ഥാനവില? 73,000 അതേ സംഖ്യ തന്നെയാണ്. 73,475 3ന്റെ സ്ഥാനവില എത്ര? അപ്പോൾ ഈ പ്ലേസ് വാല്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയും, സ്ഥാനവില. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ 5 നമ്മൾ എന്താ പറയാ, 1, 10, 100, 1000. 1000ന്റെ സ്ഥാനത്താണ് 3 കിടക്കുന്നത്. ക്ലിയർ അല്ലേ? 1000, 1, 10, 100, 1000. 1000ന്റെ സ്ഥാനത്താണ് 3 കിടക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ 1000 × 3 അതിന്റെ സ്ഥാനവില. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷനിൽ 3000 ഓപ്ഷൻ A ആണ്. ഓക്കെ, ഉദാഹരണത്തിന് 4ന്റെ സ്ഥാനവിലയാണ് ചോദിക്കുന്നത്. ചോദ്യത്തിൽ 4ന്റെ സ്ഥാനവില ആണ് ചോദ്യമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. 4, 1, 10, 100. 100ന്റെ സ്ഥാനത്താണ് 4 കിടക്കുന്നത്. അപ്പോൾ 100 × 4 അഥവാ 400 ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആണോ? അപ്പൊ സ്ഥാനവില എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ മുഖവിലയും സ്ഥാനവിലയും മനസ്സിലായി എന്ന് വിചാരിക്കണം. എങ്കിൽ അടുത്ത ക്വസ്റ്റിന് ഉത്തരം പറയുക. 16,745 7ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം. 16,745 7ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം സ്ഥാനവില കാണേണ്ടതുണ്ട്. സ്ഥാനവില
അപ്പൊ 7ന്റെ സ്ഥാനവില എത്രയാണ്? ഒറ്റ 10 100. നമ്മൾ പറഞ്ഞു 7 × 100 അഥവാ 700 ആണ് 7ന്റെ സ്ഥാനവില. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുന്നതാണ്. അപ്പൊ മുഖവില എത്രയാണ്? മുഖവില എത്രയാണ്? 7ന്റെ മുഖവില എപ്പോഴും 7 തന്നെയായിരിക്കും. അപ്പോ 700ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ ബി 707 ആണ് ഉത്തരമായി വരിക. അപ്പോൾ സ്ഥാനവിലയും മുഖവിലയും രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19744 അതിൽ 9ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യന്റെ പാറ്റേൺ തന്നെയാണ്. അപ്പൊ ഈസിയായി നമുക്ക് കണ്ടുപിടിക്കാം, ശരിയല്ലേ? 9 ഇവിടെ 1000ന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. ഈ ക്വസ്റ്റ്യനിലും 1000ന്റെയാണ്. അപ്പൊ 9ന്റെ സ്ഥാനവില നമുക്കറിയാം 9000 ആണ്. അതിൽ ആർക്കും യാതൊരുവിധ സംശയവും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്ഥാനവില ക്ലിയർ ആണ്, നമുക്ക് 9 ആണ്, 9000 ആണ്. എങ്കിൽ മുഖവില എത്രയാണ്? മുഖവില 9 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 9009 ആണ് വരിക. എനിക്ക് തോന്നുന്നു ഇതിപ്പോ എല്ലാവർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കണം, ശരിയല്ലേ? 19740 9ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ കൂട്ടിയാൽ ചിലപ്പോൾ വ്യത്യാസം ചോദിക്കാറുണ്ട്. മുഖവിലയും സ്ഥാനവിലയും തമ്മിൽ വ്യത്യാസവും ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സ്ഥാനവിലയിൽ നിന്നും മുഖവില കുറയ്ക്കണം. അത് ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ കൂട്ടിയാൽ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥാനവിലയും മുഖവിലയും കൂട്ടാം. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 14973 സ്ഥാനവിലയും മുഖവിലയും ഒന്നായി വരുന്ന സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. 14973 സ്ഥാനവിലയും മുഖവിലയും ഒന്നായി വരുന്ന സംഖ്യ പെട്ടെന്ന് ഒന്നാണോ? ഇവിടെ 1ന്റെ സ്ഥാനവില എത്രയാണ്? നമുക്കറിയാം അല്ലെ? ഒറ്റ 10 100 1000 10000. അപ്പൊ 10000 ആണ് 1ന്റെ സ്ഥാനവില എന്ന് പറയുന്നത്, ശരിയല്ലേ? 1ന്റെ സ്ഥാനവില 10000 ആണ്. മുഖവിലയോ 1 ആണ്. അപ്പൊ അത് രണ്ടും സെയിം അല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിൽ നമുക്ക് അടുത്തൊരു സംഖ്യ എടുത്ത് നോക്കാം. 4 എടുത്ത് നോക്കാം. 4ന്റെ സ്ഥാനവില എത്രയാണ്? 4000 ആണ്. സോറി, 1000 ആണ്. 1000 ആണ് 4ന്റെ സ്ഥാനവില, ശരിയല്ലേ? 4ന്റെ മുഖവില എത്രയാണ്? 4 തന്നെയാണ്. അപ്പൊ അത് രണ്ടും സെയിം അല്ല. ഇനി ഓപ്ഷൻ ബി ഒന്ന് എടുത്ത് നോക്കിക്കേ. ഓപ്ഷൻ ബി എന്താണ്? 3 ആണ്, ശരിയല്ലേ? 3ന്റെ സ്ഥാനവില എന്ന് പറയുന്നതും 3 തന്നെയാണ്. കാരണം എന്താണ്? ഇത് ഒറ്റയുടെ സ്ഥാനത്താണ്. അപ്പൊ 3 × 1 എന്ന് പറയുമ്പോൾ 3 തന്നെയാണ് വരിക. അപ്പൊ 3ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 3 തന്നെയാണ്. മുഖവില നമുക്കറിയാം, 3ന്റെ മുഖവില 3 തന്നെയാണ്. അപ്പൊ ഇവിടെ സ്ഥാനവിലയും മുഖവിലയും സെയിം ആയി വരുന്നത്, ഒന്നായി വരുന്നത് മീൻസ് ഒന്നല്ല, ഒരുപോലെ വരുന്നത്, ഒരേ വില വരുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? 3 തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതൊരു സംഖ്യ ആയിക്കോട്ടെ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യയുടെ സ്ഥാനവിലയും മുഖവിലയും ഒന്നായിരിക്കും. ഒന്നുകൂടി പറയാം, ക്ലിയർ ആയി കേട്ടോളൂ. 14973 ആണ് ഇവിടെ സംഖ്യ. ഇനി അതിൽ കൂടുതലായാലും ഇനി കുറവായാലും ഏതൊരു സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യയുടെ സ്ഥാനവിലയും മുഖവിലയും ഒന്നായിരിക്കും. അപ്പൊ ചോദ്യം ഉത്തരവും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 40785 ഇങ്ങനെ ഒരു 6 സംഖ്യ തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണുക. അപ്പൊ ഇവ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം, പിന്നീട് നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം, അല്ലെ? ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതാം, എന്നിട്ട് ഏറ്റവും ചെറിയ സംഖ്യ എഴുതാം, എന്നിട്ട് അത് തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും, ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതിന്റെ ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ എടുക്കേണ്ടത് എന്തായിരിക്കണം? ഏറ്റവും വലുത് തന്നെ ആയിരിക്കണം, ശരിയല്ലേ? ഇവിടെ ഉള്ളിൽ ഏറ്റവും വലുത് 8 ആണ്. അപ്പൊ നമ്മൾ അവ വെച്ച് എഴുതുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണോ എഴുതുന്നത് അത് എന്ത് തന്നെ ആയിരിക്കണം? ഉറപ്പായിട്ടും ആ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും വലുത് തന്നെ ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ എഴുതണം. സെക്കൻഡ് അതിന് തൊട്ട് താഴെയുള്ള 7, പിന്നെയോ 6 5 4 0. 7 8 7 6 5 4 0. ഇതെങ്ങനെ എഴുതിയെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് എഴുതിയത്? ബി ഉപയോഗിച്ച് ഏറ്റവും വലിയ സംഖ്യയാണ് പറഞ്ഞത്, ശരിയല്ലേ? അപ്പൊ വലിയ സംഖ്യ ആണെങ്കിൽ
ഏറ്റവും വലിയ ഡിജിറ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരണം അല്ലേ. ഫേസ് വാല്യൂ ഏറ്റവും സ്ഥാനവില ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഫസ്റ്റ് ഡിജിറ്റിനാണ്. നമ്മളത് നേരത്തെ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം 8 തന്നെയായിരിക്കും ഫസ്റ്റ് ഡിജിറ്റ് വരിക ഇവിടെ. ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറുത് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ നിന്ന് എഴുതണമെങ്കിൽ ആ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം ആദ്യം വരേണ്ടത്, ശരിയല്ലേ. വലുത് എഴുതുമ്പോൾ ഏറ്റവും വലിയ സംഖ്യയാണ് ആദ്യം വരേണ്ടതെങ്കിൽ ചെറുത് എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ആദ്യം വരേണ്ടത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എങ്കിൽ 0 ആണോ ആദ്യം വരിക എന്നാണ് ഇപ്പോൾ നമ്മുടെ സംശയം. കാരണം 0യിൽ തുടങ്ങുന്ന ഒരു നമ്പർ നമ്മൾ പഠിച്ചിട്ടില്ല, ശരിയല്ലേ. 0യിൽ ഒരു നമ്പർ തുടങ്ങില്ല. അപ്പൊ അതിന് തൊട്ട് അപ്പുറത്തെ ഏറ്റവും ചെറിയ സംഖ്യ 4 ആണ്, ശരിയല്ലേ. അപ്പോൾ നമ്മൾ 4-ൽ വേണം സംഖ്യ തുടങ്ങാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, 0-ൽ ഒരു സംഖ്യ തുടങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 0 ഒഴിവാക്കി. ഈ 0-ന്റെ സ്ഥാനത്ത് 1 ആയിരുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ ഇവിടെ 1-ലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4. അടുത്ത സംഖ്യ നമുക്ക് 0 എഴുതാം, അവിടെ സംശയമില്ല. രണ്ടാമത് 0 വരുന്ന സംഖ്യ നമുക്കുണ്ട്. 4, 0. പിന്നെ ഏതാ വരിക? പിന്നെ ഏറ്റവും ചെറുത് അവിടെ നിന്ന് വലുത് പോയി കഴിഞ്ഞാൽ എത്രയാണ്? 5. പിന്നെ 6, 7, 8. ഓക്കെ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ കുറച്ച് ഉത്തരം കിട്ടി. ഓക്കെ. അപ്പൊ 0-ൽ നിന്നും 8 പോവും. 0-ൽ നിന്നും 8 പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രഥമ കടം എടുക്കണം. 10-ൽ നിന്നും 8 പോയാൽ 2. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 2 സ്ഥിതിക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് അപ്പൊ തന്നെ ഒഴിവാക്കാം. ഒപ്പം ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ചാൻസ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഇല്ലാന്ന് മനസ്സിലായി. കാരണം നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. എങ്കിൽ നമുക്ക് അടുത്ത സംഖ്യ കൂടി ചെയ്ത് നോക്കാം. 3-ൽ നിന്നും 7 പോകത്തില്ല. അപ്പൊ നമ്മൾ 4 ഇവിടെ ഇട്ട് 13. ഇപ്പൊ ഇവിടെ എത്ര? 6 ആണ് വരിക. ഇപ്പൊ 2-ലും 6 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ എയും ബിയും ഏത് എലിമിനേറ്റ് ചെയ്ത് തരാൻ പറ്റില്ല. എങ്കിൽ നമുക്ക് അടുത്തത് കൂടി ചെയ്ത് നോക്കാം. 4-ൽ നിന്നും എന്താണ്? 6 പോവില്ല. ഇവിടെ 5 ആയി, ഇവിടെ 4, ഇവിടെ 8 ആണ് വരിക. അടുത്തത് 8 തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്ത 5-ൽ നിന്ന് 5 പോയാൽ 0 ആണ്. അപ്പൊ ഇവിടെ 0 വരുന്നത് ഇതാ ഓപ്ഷൻ ബി ആണ് 0 വരുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ഡിജിറ്റ് ചെയ്യണമെന്നില്ല. ഇനി മുഴുവൻ ചെയ്തിട്ട് ഉത്തരം എഴുതിയാലും നമുക്ക് ഉത്തരം കിട്ടും. എന്നാൽ പോലും ഏറ്റവും ചില സമയത്ത് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും 2 എന്ന് കിട്ടുമ്പോൾ ഈ 2 ഓപ്ഷൻ ഒഴിവായതിന്റെ കൂടെ ഒരു പക്ഷേ ഓപ്ഷൻ എയും കൂടി ഒഴിവായതായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ബി ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എല്ലാവരും ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 80,000 ഒറ്റ 10 100 1000 10,000 80,000 കിട്ടണമെങ്കിൽ 800-നോട് എത്ര 100 കൂട്ടണം എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 800-നോട് എത്ര 100കൾ കൂട്ടിയാലാണ് 80,000 കിട്ടുക എന്നാണ്. നമുക്ക് ഒരു പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങനെ വിചാരിച്ചാൽ മതി. 800-നോട് എത്ര കൂട്ടിയാൽ 80,000 കിട്ടും? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. 800-നോട് എത്ര കൂട്ടിയാലാണ് 79,200 അല്ലെ. 800-നോട് ഈ 79,200 കൂട്ടിയാൽ നമുക്ക് 80,000 കിട്ടും. ശരിയല്ലേ? ശരിയാണോ? നമുക്കത് വേണമെങ്കിൽ 80,000-നോട് 800 കുറച്ചും നമുക്ക് ഉത്തരം കാണാം. അല്ലെങ്കിൽ മനക്കണക്കായിട്ട് നമുക്ക് അറിയാം 800-നോട് 79,200 കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക? 80,000 കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ കിട്ടിയ 79,200 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല. എന്താണ് ചോദ്യം? എത്ര നൂറുകൾ കൂട്ടണം എന്നാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 792 ഇൻറ്റു 100 എന്ന് എഴുതിക്കൂടെ അതിനെ? 79,200-നെ 792 ഇൻറ്റു 100 എന്ന് എഴുതിക്കൂടെ? പറ്റില്ലേ? അപ്പൊ എന്താണ്? 792 100കൾ 800-നോട് കൂട്ടുമ്പോഴാണ് 80,000 കിട്ടുക. ഉത്തരം ക്ലിയർ അല്ലേ? 792 100കൾ ചേരുമ്പോഴാണ്, ഏതിനോട് ചേരുമ്പോൾ? 800-നോട് ചേരുമ്പോഴാണ് 80,000 നമുക്ക് ഉത്തരമായി കിട്ടുക. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 792 ആണ് ഉത്തരം വരിക. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ. അതേ സെയിം പാറ്റേൺ. 20-നോട് എത്ര 10കൾ കൂട്ടിയാൽ 70,000 കിട്ടും എന്നാണ് ചോദ്യം. 20-നോട് എത്ര 10കൾ കൂട്ടിയാൽ 70,000 കിട്ടും? അപ്പൊ നമുക്ക് ആദ്യം ഈ 10കൾ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം? തൽക്കാലം അത് മറച്ചു വെച്ച് വായിച്ചാൽ 20-നോട് എത്ര കൂട്ടിയാൽ 70,000 കിട്ടും? നമുക്കറിയാലേ 69,980. ശരിയല്ലേ? 69,980 കൂട്ടിയാൽ മതി 20-നോട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 70,000 കിട്ടും. ഒരു പക്ഷേ
നിങ്ങൾക്ക് ഇത് മനക്കണക്കായി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷനിൽ തന്നെ അവർ തന്നിട്ടുണ്ടാവും. അതിൽ നിന്നും തന്നെ നമുക്ക് ഏകദേശം 69,980 കൂട്ടിയാലാണ് 70,000 കിട്ടുക എന്ന് നമുക്ക് അങ്ങനെ ഊഹിച്ചെടുക്കാം. എന്നിരുന്നാൽ പോലും ഇത് മനക്കണക്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ്, നമുക്ക് ചിന്തിച്ചാൽ മതിയാവും. അപ്പൊ 69,980 നിന്നും 20 കൂട്ടിയാൽ അല്ലെ, 20 കൂട്ടിയാൽ നമുക്ക് 70,000 കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. ചോദ്യം എത്ര 10കൾ കൂട്ടിയാൽ എന്നാണ്. അപ്പൊ ഇതിൽ എത്ര 10കൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ശരിയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 69,98 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ ഇതിനങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ 69,98 ഇൻറ്റു 10 അഥവാ 6,998 10കളാണ് എന്താണ് ഇതിലുള്ളത്. അപ്പൊ ഉത്തരം 6,998 ആണ് ഉത്തരം വരിക. ഇവിടെയും ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, 6,998 ഇൻറ്റു 10. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയിട്ട് തീർക്കാം. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. 64 എന്ന സംഖ്യയിൽ എത്ര 64കളുണ്ട്? 64 അഥവാ 6,464 അല്ലെ? ഇതാ ഒരു 64, ഇതാ ഒരു 64. ഓപ്ഷൻ 2 ഉണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ പൊട്ട തെറ്റാണ് ഉത്തരം. ഒരിക്കലും 64 എന്ന് കണ്ട് എത്ര 64കൾ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇതാ ഒരെണ്ണം 2 അങ്ങനെ ഒരിക്കലും ഉത്തരം എഴുതരുത്. അതെന്താണ്? ഉത്തരം തെറ്റാണ്. ഒന്നുകൂടി നോക്കി, 64 അതിൽ എത്ര 64 ഉണ്ട് എന്നതിന്റെ ചോദ്യം ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 6,464 ഹരിക്കണം 64. ഓക്കെ, ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് ഉത്തരം വരിക? ഒരു 64 ഒരു 64, ഈ 64 ഈ ഒരു 64 പോയി 1. അടുത്ത 6ൽ എത്ര 64 ഉണ്ട്? 6ൽ 64 ഇല്ല, ഇപ്പൊ ഒരു 0. അടുത്ത 64ൽ എത്ര 64 ഉണ്ട്? 1. 101 വരിക. പക്ഷെ ഇങ്ങനെ ഹരിക്കാൻ കിട്ടാത്തവര് നമ്മൾ സാധാരണ ഹരിക്കുമല്ലോ, 64 ഹരിക്കണം 64 എന്നൊരു ടൈപ്പിൽ ഉത്തരം ഇട്ടാലും നമുക്ക് എന്താണ് ഉത്തരം ഇത് തന്നെയാണ് വരിക. നമുക്ക് നോക്കാം, 0 0. ഇനി ഈ ഒരു സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 6 നമ്മൾ ഇറക്കിയിട്ടു. 6ൽ എത്ര 64 ഉണ്ട്? 6ൽ എത്ര 64 ഉണ്ട്? 64 ഇല്ല 6ൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ 0 ഇടണം. ചിലവർ ഒരേ അടി 64 ഇറക്കിയിട്ട് 64 എത്ര 64 ഉണ്ട് വെച്ച് ഉത്തരം 11 ആക്കി എഴുതാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 6ൽ 64 ഇല്ല എന്ന് പറയുമ്പോൾ 0 ഇട്ട് 4 ഇറക്കിയിട്ട് ഇങ്ങനെ വേണം ഉത്തരം എഴുതാൻ. അധികം പേർക്ക് ഇത് അറിയുന്നുണ്ടാവും, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഉത്തരം എത്രയാണ്? 101 ഉത്തരമായി വരുന്നത്. അപ്പൊ ഇത് ഹരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഹരിക്കാൻ എല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പറുകളെ പറ്റി ചോദിക്കുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 8+8+8 ഹരിക്കണം 8. അപ്പൊ ഇത് ബോർഡ് മാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ഒരുപക്ഷെ ഇത് ശരിക്കും ബോർഡ് മാസ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കാണാം. ആദ്യം നമ്മൾ ഹരിക്കൽ തന്നെയാണ് സാധാരണ നമ്മൾ ചെയ്യുക. അങ്ങനെ ഉത്തരം ചോദ്യം കാണുമ്പോൾ അല്ലെ, ആദ്യം ബോർഡ് മാസ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ളത് ചെയ്യും, പിന്നെ ഡിവിഷൻ അഥവാ ഹരിക്കണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്നിവയാണ് നമ്മൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യുക. ബോർഡ് മാസിന്റെ കണക്കുകൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി തുടർന്നുള്ള വീഡിയോസിൽ വരും. അപ്പൊ നമുക്ക് ഈ ഒരു കണക്ക് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഡിവിഷൻ ആണ്. അപ്പൊ 8 ഹരിക്കണം 8 നമുക്കറിയാം ഉത്തരം 1. ഇത് ചെയ്യാൻ നമുക്കറിയാം 8+8 16, 16+1 ഇതിന്റെ ഉത്തരമാണ് 1. ശരിയല്ലേ? 8+8 16, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 17. അപ്പൊ ഉത്തരം എന്താണ്? 17 വരുന്നത്. അതും ക്ലിയർ ആയി. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ക്രിയയ്ക്ക് തുല്യമല്ലാത്തത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ക്രിയ ഏതാണ്? 328 ഹരിക്കണം 2. അപ്പൊ ഇതിന് 2 വഴികളുണ്ട്. 2 അല്ല, ഒരുപാട് വഴികളുണ്ട്. എന്നാൽ ഒരു 2 വഴി ഞാൻ പറയാം, നിങ്ങൾ ഏതാണ് സിമ്പിൾ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, 328 ഹരിക്കണം 2ന്റെ ഉത്തരം ആദ്യം കാണാം. എത്ര വരിക? 328ന്റെ പകുതി 164 വരും. ഇത് ഓരോ ക്രിയയും ചെയ്ത് ഇതിൽ ഏതാണോ 164 വരാത്തത്, കാരണം തുല്യമല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ 164 ഏതിന് ഉത്തരം അല്ലാതെ വരുന്നോ അതാണ് നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരമായി വരിക. അപ്പൊ ഇത് ഓരോന്നും എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രായോഗികമല്ല. അതുകൊണ്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ 328 ഇവിടെ 2 ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ ആദ്യം ഓപ്ഷൻ എ എടുത്ത് നോക്കാം.
എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഓപ്ഷൻ എയിൽ ഇവിടെ 2 ആയിരുന്നു ക്വസ്റ്റ്യനിൽ, ഇവിടെ എത്തിയപ്പോൾ 4, അഥവാ 2 × 2 ആണ് 4. എങ്കിൽ നമ്മൾ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 328 എന്ന് പറയുന്ന അതിൻ്റെ ഇൻറ്റു 2 തന്നെയല്ലേ 656. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. 328ൻ്റെ ഇരട്ടിയാണ് എന്ത് 656, 2ൻ്റെ ഇരട്ടിയാണ് 4. അപ്പൊ ഇത് സെയിം ആൻസർ തന്നെയാണ്, 164 തന്നെയാണ് എത്തുക. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്തത് നോക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. 5 ആണ്. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടും. ഉത്തരത്തിലേക്ക് എത്താം, എന്നാൽ പോലും നമുക്ക് കുറച്ചൊരു വിഷയമാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഈ ബി ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് എക്സാം ഹാളിലായാലും അങ്ങനെ വരാത്തതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻ സിയിലേക്ക് പോകും. അപ്പൊ നമുക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷൻ സിയിലേക്ക് പോയി. ഇപ്പൊ 2ന്റെ 3 ഇരട്ടിയാണ് എന്ത് ചെയ്യുക 6. 2 × 3 ആണ് 6. എങ്കിൽ ഈ സംഖ്യനെയും 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടേണ്ടത്, ശരിയല്ലേ? അപ്പൊ ഈ 328 × 3 ചെയ്യുമ്പോൾ 966 കിട്ടണം, ശരിയല്ലേ? അതും നമുക്ക് ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. 8 × 3 ചെയ്താൽ 24, 4 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക. എങ്കിൽ ഇവിടെ 4 ആണ് ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പായിട്ടും ഇത് ശരിയാണെന്ന് പറയാം. ഒന്നുകൂടി പറയാം, 328 ഹരിക്കണം 2 ആണ്. ഇവിടെ 2 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക. എങ്കിൽ 328 × അതേ 3 ചെയ്യുമ്പോഴായിരിക്കണം നമുക്ക് ഈ ഉത്തരം കിട്ടേണ്ടത്. പക്ഷെ ഇത് 328 × 3 എന്ന് നമ്മൾ ചെയ്തു നോക്കി. ഓരോന്നും ചെയ്തു നോക്കുന്നതിന് പകരം ലാസ്റ്റ് ഡിജിറ്റ് ചെയ്താൽ മതി. 8 × 3 24, 4 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. പിന്നെ ഇവിടെ 4 ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഈ ഉത്തരം 164 ഉത്തരമായി വരില്ല. അപ്പൊ തുല്യമല്ലാത്തത് എന്നതാണ് ചോദ്യം വന്നുകൊണ്ട് നമ്മുടെ ഇവിടത്തെ ഉത്തരം എന്താണ്, സി ആണ് നമ്മുടെ ഇവിടത്തെ ഉത്തരം. എല്ലാവരും മനസ്സിലാക്കുക, ഇവിടത്തെ ഉത്തരം സി ആണ് ഇവിടത്തെ ഉത്തരം. ഓക്കെ, അപ്പൊ ഉത്തരം എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇവിടുത്തെ ഉത്തരം സി ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ബോർഡ് മാസ് ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 350 ഹരിക്കണം 7 × 2 + 128 - 3. എങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ഡിവിഷൻ. ഈ ഡിവിഷൻ നമുക്ക് എന്താ ചെയ്യാം, ഈ 0 ഒന്ന് മറച്ചു വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവിഷനെ ചെയ്യാം. 7 × 5 ആണ് 35. എങ്കിൽ ഉത്തരം എത്രയായിരിക്കും, 50 ആയിരിക്കും, ശരിയല്ലേ? 7 × 50 ആണ് 350, കാരണം 7 × 5 35. അപ്പൊ നമുക്ക് വേഗം ഉത്തരത്തിലേക്ക്. അപ്പൊ 50 ആണ് മുതൂട്ടി. 50 × 2 + 28 - 3 എന്നാണ് ഈ ചോദ്യം. 50 × 2 എന്താണ്, 100 ആണ്, ശരിയല്ലേ? 50 × 2 100. ഇവിടെ പ്ലസ് 28 - 3 എത്രയാണ്, 25 ആണ്, ശരിയല്ല? അപ്പൊ 100 + 25 125. ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഹരിക്കണം. ഈ ഒരു ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. പ്ലസ്സിലും മൈനസിലും നമുക്ക് ഏത് ആദ്യം വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലസ് ചെയ്തത്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയാണ് ചെയ്തത്. അതിപ്പോൾ ആദ്യം പ്ലസ് ചെയ്യാം, പിന്നെ മൈനസ് ചെയ്യാം, അത് ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5, 12, 26, 54, 110 ഇങ്ങനെ പോകുന്ന സംഖ്യകളുടെ അടുത്ത സംഖ്യ. നമ്പർ സീരീസിൽ നിന്നുമാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്പർ പാറ്റേൺ, ഇതുപോലെയുള്ള ഒരു പാറ്റേൺ തന്ന അടുത്ത സംഖ്യ എന്ന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം എഴുതുന്നവരാണെങ്കിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? ഇവിടെ എന്താണ് ഉത്തരം വരിക, നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 2 സംഖ്യ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം നിങ്ങൾ എടുക്കുക. ഇങ്ങനത്തെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ഒരു ഉത്തരം കിട്ടണം എന്നില്ല. എന്നിരുന്നാലും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഉത്തരമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഇവയുടെ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ 7 ആണ് ഡിസ്റ്റൻസ്, ഇവിടെയോ 14 ആണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 12 ൽ നിന്ന് 24 എത്താൻ 14 വേണം. ഇവിടെയാണെങ്കിലോ 26, 36, 46, 56. അപ്പൊ 28 ആണ് വരുന്നത്. ഓക്കെ, എങ്കിൽ 7 വന്നു, 14 വന്നു, 28 വന്നു. ഇനി അടുത്തത് എത്ര കൂട്ടണം, 56 കൂട്ടണം ഈ സംഖ്യയോട്, ശരിയല്ലേ? 26നോട് 28 കൂട്ടിയത് 54, 12നോട് 14 കൂട്ടിയതാണ്, 5നോട് 7 കൂട്ടിയതാണ് 12. ഇതുപോലെയാണ് തുറന്നു പോകണമെങ്കിൽ അടുത്തത് സംഖ്യ ഇവിടെ എത്രയാണ് കൂട്ടുക, 110നോട് എത്ര കൂട്ടണം, 56ന്റെ ഇരട്ടി കൂട്ടണം, ശരിയല്ലേ? 56ന്റെ ഇരട്ടി എത്രയാണ്, 112 ആണ്. അപ്പൊ അത് മനസ്സിലായത്. 110ന്റെ കൂടെ 56ന്റെ ഇരട്ടിയെ 112 കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുക. അപ്പൊ 110 + 112 എത്രയാണ്, 222.
222 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധാരണ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ആദ്യം തന്നെ കണ്ട് ഇതുപോലെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എങ്കിലും ഉത്തരം, ഭൂരിഭാഗം ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7, 14, 28, 56. ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. കണ്ടത് നമുക്ക് 7ന്റെ ഇരട്ടിയാണ് 24, 24ന്റെ ഇരട്ടി 14, 14ന്റെ ഇരട്ടി 28, 28ന്റെ 56, 56ന്റെ ഇരട്ടി 112. ഓപ്ഷൻ എ തന്നെയാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2, 5, 10, 17. നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്റ്റൻസ് എടുത്ത് നോക്കാം, കിട്ടുമെന്ന് നോക്കാം. 3, 5ന്റെ കൂടെ 5, 7. എങ്കിൽ 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി എങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 9 അല്ലേ കൂട്ടേണ്ടത്. 17 + 9 ആണ് വരിക. അഥവാ 26 ആണ് ഉത്തരവായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.